ഡിസ്കോ ശാന്തി. യെസ് ഡാഡി. ഈ ജഗ്ഗുത്തറവട്ടി വീട്ടിൽ സന്ധ്യത്തിന് കൊളുത്തണ്ടേ? ഐ ആം കമ്മിങ് ഡാഡി. ಇದು ನವ ಸುಮ ಶರವಲಯದ ಲಹರಿ ಪ್ರೀತಿ ಸುಖ ನದಿಯಿಲೊರನುಪಮ ಶಲಭ ആലസം ഒരുങ്ങി വരൂ ഉന്മാദം എന്നുള്ളിൽ തരൂ മധുവിധു നുകരുക നീ ഇതു നവസുമ എന്റെ പീരങ്കിക്കാവിലമ്മേ കാത്തോളണേ. മോളെ, എന്റെ ജയിലിൽ കിടക്കുന്ന ജഗ്ഗുവിന്റെ വിശേഷത്തുള്ളൂ. നാളെ രാവിലെ പരോള് കിട്ടും ഡാഡി ജഗ്ഗുവിന്. ദൈവമേ കാത്തു രക്ഷിച്ചു. ഡാഡി ഡാഡി ഞാൻ ജയിൽ ചാടി ചാടി ഞാൻ ജയിൽ ചാടി ഡാഡി ഡാഡി ഞാൻ ജയിൽ ചാടി തോലച്ച്. നാളെയല്ലടാ നിനക്ക് പരോള്. കണ്ടവന്റെ കയ്യിൽ നിന്ന് കയ്യും കാലും പിടിച്ച് പരോളൊപ്പിച്ച 4 മണിക്ക് സ്കൂൾ വിടും. അതിന് 3:55 ക്ലാസ് ഓടിയത്. അല്ല ജഗ്ഗു, എപ്പോഴാ ജയില് ചാടിയത്? രാവിലെ 9 മണിക്ക്. ഇപ്പൊ സമയം എത്രയായി? 6:30. ഇതുവരെ എവിടെ പോയി കിടക്കായിരുന്നു? ഡാഡി ഞാൻ തിരിച്ചു പോയണു. എന്താ ജയിലിലേക്ക്. എന്തേ? ഇതിലും ഭേദാണ്. കണ്ടോ ഡാഡി, ഞങ്ങളുടെ മോനെ ഒരു നോക്ക് കാണാതെ ജഗ്ഗു പോവാണെന്ന്. ഡാഡി പറ. മോനെ, അവന് ഞാൻ വളർത്തിയത് മുടി വളരുന്നു, പോക്കെടുക്കാൻ കൈ വളരുന്നു എന്നൊക്കെ ഞാനത് വളർത്തിയത് അറിയാമോ? ഡാഡി അവനിപ്പോ വെടിയൊക്കെ വെക്കുന്നുണ്ടോ ഡാഡി? അരമണിക്കൂർ ഇടവിട്ട്. എന്റെ ജഗ്ഗു അതൊക്കെ പണ്ട്. ഇപ്പൊ ഫുൾ ടൈം ഫോണിലാ. ചോറുണ്ണുമ്പോഴും കാപ്പൊടിക്കുമ്പോഴും എഴുന്നേക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാം ഫോണില്. ജഗ്ഗുവിനൊരു കാര്യം അറിയോ? എന്താണ്? നമ്മുടെ മോൻ ഫോണിന് അടിമയാണ്. ഓ, ഫോൺ അഡിക്റ്റ്. ഓയ്യാ, എവിടെയാ അവൻ? എവിടെ? എനിക്ക് അവനെ കാണണം. ഇപ്പോഴെങ്കിലും വന്നല്ലോ. നെറ്റ് തീർന്നു കാണും. അതെങ്ങനെ മനസ്സിലായി? അല്ല, ഞങ്ങൾ എപ്പോഴല്ലേ നീ കണ്ടത്, അതുകൊണ്ട് പറഞ്ഞതാ. ഏതാ ഈ കളവൻ? ഇത് നിന്റെ അച്ചാച്ചനാ. ഡബിൾ ഡാഡിയോ? അച്ഛന്റെ അച്ഛനാകുമ്പോ ഡബിൾ അച്ഛൻ. അപ്പൊ നീ ഇതുവരെ അച്ചാച്ചനെ കണ്ടിട്ടില്ലേ മോനെ? ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. കണ്ടോ, അവരിപ്പോഴും ഫോണിലാ. ഡാഡി, ഡാഡി 2-3 ദിവസം എവിടെ പോയിരുന്നു ഡാഡി? 2 ദിവസവും? കഴിഞ്ഞ 15 വർഷമായിട്ട് ഞാൻ ജയിലിലായിരുന്നടാ. ഇപ്പോഴാണ് ഞാൻ വന്നത്. അയ്യോ, 15 വർഷം 2-3 ദിവസം പോലെ എനിക്ക് തോന്നി. അയ്യോടാ മോനെ, എനിക്ക് എന്നെ മനസ്സിലായോടാ? പിന്നെ മനസ്സിലാവൂലേ? സമാധാനം. 3 നേരം ആഹാരം കഴിക്കാൻ വിളിക്കുന്ന സ്ത്രീയല്ലേ? അച്ഛാ, അച്ഛൻ എന്തിനാ അച്ഛാ ജയിലിൽ പോയത്? ഒന്നും പറയണ്ടടാ. ഞാനൊരു തിരക്കഥാകൃത്തിനെ വെടിവെച്ച് കൊന്നിട്ടാണ് ജയിലിൽ പോയത്. എന്തിന്? ആ തിരക്കഥാകൃത്തിന്റെ 18 പടങ്ങളിൽ ഞാൻ ജഗ്ഗുമായിട്ട് അഭിനയിച്ചു. ആ 18 സിനിമയിലും അവൻ എനിക്ക് ഒറ്റ ഡയലോഗ് തന്നുള്ളൂ, യെസ് ബോസ്, അടുത്ത സീനിൽ എന്നെ വെടിവെച്ച് കൊല്ലുകയും ചെയ്യും. അപ്പൊ അവനെ ഞാൻ വെടിവെച്ച് കൊല്ലണ്ടടാ. അങ്ങനെ കൊന്നിട്ടാണ് മോനെ ഞാൻ ജയിലിൽ പോയത്. ഈ ജഗ്ഗുത്തറവാടിന്റെ അഭിമാനം കാത്തച്ഛ. അതെ, അച്ഛൻ വെടിവെച്ച് വന്നത് നന്നായി. അമ്മ എനിക്ക് വിശക്കണമ്മ. കൊടമ്പുളിയിട്ട് പറ്റിച്ച നല്ല മീൻകറി ഉണ്ട്. നിന്റെ കുടംപുളി വിട്ട് പറ്റിച്ച മീൻകറി കൂട്ടാൻ എനിക്ക് കൊതിയായി. ഞാനും കഴിക്കും കുറച്ച്. അമ്മ, കൊടംപുളി ഇട്ട് പറ്റിച്ച മീൻകറി എന്ന് പറഞ്ഞിട്ട് അതിൽ മീൻകറി ഇല്ല, കൊടംപുളി മാത്രമേ ഉള്ളൂ. അതല്ലേ അമ്മ പറഞ്ഞത്, കൊടമ്പുളിയിട്ട് പറ്റിച്ച മീൻകറിന്ന്. മീൻകറി ഉണ്ടെന്നും പറഞ്ഞ് ഞാൻ പറ്റിച്ചതാണോ? എടാ, നിന്റെ അമ്മേ പറ്റിക്കാൻ ഭയങ്കര മിടുക്കിയ. ഡിസ്കോ പണ്ടെന്നെ ഒരുപാട് പറ്റിച്ചിട്ടുള്ളതാ. അങ്ങനെയാടാ നീ ഉണ്ടായത്. എന്തായാലും എനിക്ക് സന്തോഷമായി. ഇനി ഞാൻ തിരിച്ച് ജയിലിലേക്ക് പോകുന്നില്ല. ഞാൻ ഇവിടെ അങ്ങ് കൂടാൻ പോവാ. എന്റെ പിന്നാലെ പോലീസ് ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ ഏതെങ്കിലും റൂമിൽ ഒളിച്ചിരിക്കും. 3 നേരം സമയാസമയങ്ങളിൽ നീ എനിക്ക് ഭക്ഷണം കൊണ്ടു തന്നാ മതി. അതങ്ങ് പള്ളിയിൽ ചെന്ന് പറഞ്ഞാ മതി. എന്തേ? ഈ 2 എണ്ണത്തിന് ഞാൻ എങ്ങനെ പോറ്റിണ്ടാക്കും? ഒരു പറയുടെ ചോറുണ്ണും അറിയോ? അച്ഛാ, എറൂടച്ചാ പുറകില് വീർത്തു തന്നെ. 1500 രൂപയുടെ വെടിയുണ്ട വേണം അച്ഛന്, അതറിയോ? ഇനിയെങ്കിലും വെടിവെപ്പൊക്കെ നിർത്തി. ഇത്രയും പ്രായമായില്ലേ? എന്റർടൈൻമെന്റ് വേണ്ടാ. നീ എന്തോത്തിന് ചിരിക്കുവാടാ? ഇവന് 1 മാസം 6000 രൂപയുടെ നെറ്റ് വേണം അറിയോ? കൊല്ല അവന് ഐഫോൺ എടുക്കണം. ഇതിനൊക്കെ ഞാൻ എവിടെ പോവാനാണ്? അതൊക്കെ ശരി. കാര്യങ്ങൾ എന്തൊക്കെയാ ആയിക്കോട്ടെ, ഞാൻ ഇനി പോവാൻ ആഗ്രഹിക്കുന്നില്ല. ജയിലിലൊക്കെ പഴയ പോലെ അല്ലെന്ന്. പണിയെടുക്കണം. ഡിസ്കോ പണിയെടുത്ത് ഡിസ്ക് തെറ്റിയത്. ഒരു കാര്യം പറയട്ടെ. എടാ, ഇവള്
കരക്കാരുടെ വീട്ടിൽ പാത്രം കഴുകിയാണ് ഈ കുടുംബം നോക്കിയത്. വാ. അത് കാണുമ്പോ എനിക്ക് സങ്കടമുണ്ട്. അന്നാ അച്ഛന് പണിക്ക് പോയിക്കൂടെ? അത് ഓർക്കുമ്പോ എനിക്ക് വിഷമം. അപ്പൊ പണിക്കും പോവില്ല, ഒരു കാര്യത്തിനും ചെയ്യില്ല. എടാ ഇപ്പൊ പണ്ടത്തെ പോലത്തെ കൊട്ടേഷനും ഒന്നുമില്ല. നമ്മളൊക്കെ ഭയങ്കര തോൽവിയായി ഈ ജഗ്ഗുമാരൊക്കെ. പണിയൊന്നുമില്ല. അപ്പൊ നീ തിരിച്ചു പോടാന്ന്. അച്ഛൻ അങ്ങനെ നീ ഞാൻ പോവൂല. എന്താ? എനിക്ക് പോവാൻ പറ്റൂല. എന്റെ പൊന്നു ജഗ്ഗു ഒന്ന് തിരിച്ചു പോ. അതെ, പോലീസാണെന്ന് തോന്നണം. അയ്യോ. എന്നെ അന്വേഷിച്ചുകൊണ്ടായിരിക്കും. ഞാനകത്ത് ഒളിച്ചിരിക്കാം. എന്നൊറ്റ കൊടുക്കരുത്, എന്നൊറ്റ കൊടുക്കരുത്, എന്നൊറ്റ കൊടുക്കരുത്. എടാ മോനെ. ജഗ്ഗു ഹൗസ്. ഞാനാണ് ഇവിടുത്തെ മൂത്ത ജഗ്ഗു. അത് ഇത് മൂക്കാത്ത ജഗ്ഗു ആണോ? അതല്ല, ഞാനാണ് ഇവിടുത്തെ പ്രായം ചെയ്ത ജഗ്ഗു. അത് ശരി. അതെ. ഞാനൊരു കൊട്ടേഷൻ തരാൻ വന്നതാ. ഒരു മിനിറ്റ്. മ്യൂസിക്. അയ്യോ 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 അയ്യോ, എന്നെ കൊല്ലാനല്ല, വേറൊരാളെ കൊല്ലാൻ കൊട്ടേഷൻ തരാൻ വന്നതാന്ന് പറഞ്ഞതാ. ആരെയാണ് കൊല്ലേണ്ടത്? പറ. വർഷങ്ങൾക്ക് മുമ്പ് എന്റെ അച്ഛനെ ഒരാള് കൊന്നിരുന്നു. അതിന് അയാളെ നിങ്ങൾ തട്ടണം. അത് ഞങ്ങൾ ഏറ്റു. എത്ര രൂപ വേണം? നിങ്ങൾ എന്ത് തരും? 5 ലക്ഷം. 1 ലക്ഷം ഇപ്പൊ അഡ്വാൻസ് ആയിട്ട്. എടാ എക്കിളുണ്ടെങ്കിൽ വെള്ളം കുടിക്ക്, മനസ്സിലായില്ലേ? അപ്പൊ ഇതാ, ഇതിൽ ആളുടെ ഫോട്ടോ ഡീറ്റെയിലും 1 ലക്ഷം രൂപ അഡ്വാൻസ് ഉണ്ട്. കാര്യം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചാ മതി. വിളിക്കും. ബാക്കി പൈസ വിളിച്ചിരിക്കണം. ഓക്കെ ഓക്കെ പറഞ്ഞ പോലെ. ഓക്കെ ഓക്കെ ശരി ശരി ശരി. ഓക്കെ 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 ഓക്കെ. എടീ കണ്ടോടി, എന്റെ മോൻ വന്ന എന്റെ ഐശ്വര്യം കണ്ടോടി. മോനെ ജഗ്ഗു ഇവിടെ അച്ഛാ. പോലീസ് പോയാ? പോലീസല്ല, ഒരു കൊട്ടേഷൻ എപ്പിക്കാൻ വന്നാണ്. നമുക്ക് കൊട്ടേഷൻ. പിന്നെ 5 ലക്ഷം രൂപ, അതിൽ 1 ലക്ഷം രൂപ അഡ്വാൻസ്. അതെ, എനിക്ക് നമുക്ക് ഇതൊന്ന് അടിച്ചു പൊളിക്കണോ? അടിച്ചു പൊളിച്ചിട്ടുള്ള കാര്യമുള്ളൂ. ജന്മം തോറും നിന്നെ തേടി കേഴുന്നു ഞാൻ ഗാനമാ. മ്യൂസിക് നിർത്തില്ലെങ്കിൽ ഡബിൾ ഡാഡിയുടെ പൊങ്കാല എന്നെടുക്കും. ഇനി ഞാനൊരു കാര്യം പറയട്ടെ. നമ്മള് ഈ കൊട്ടേഷൻ ഒന്ന് ഉഷാറാക്കാൻ പോകണം. ഉഷാറാക്കിയിരിക്കും. എന്റെ പ്ലാനിങ്ങിലൂടെ കാര്യങ്ങൾ നടക്കുള്ളൂ. തീർച്ചയായിട്ടും എന്റെ മോന്റെ പ്ലാനിങ് പോകും. എന്തായാലും ആ കൊല്ലാൻ പറഞ്ഞ വൃത്തികെട്ടവനെ ഞാനൊന്ന് കാണാം. ഓക്കെ. എന്താ മോനെ? എന്താ മോനെ? ഇത് നിങ്ങളുടെ ഫോട്ടോ അല്ലേ? എന്നെ കൊല്ലാനാണ് അവൻ കൊട്ടേഷൻ ഏൽപ്പിച്ചേക്കണത്. ഇവിടെ വന്നു പോയവനെ മനസ്സിലായ? ഞാനൊരു തിരക്കഥാകൃത്തിനെ തട്ടിന്ന് പറഞ്ഞില്ലേ, അയാളുടെ മോനാണ്. അയ്യോ. അതെ, ഈ കാശും അഡ്വാൻസ് ഒക്കെ അങ്ങോട്ട് കൊടുത്തിട്ട് ഈ കൊട്ടേഷനോട് ശരിയാവൂല. അത് കൊടുക്കാൻ പറ്റില്ല നമുക്ക്. അങ്ങനെ തിരിച്ചു കൊടുക്കൊന്നും വേണ്ട. എന്താണത്? നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴേ 5 പൈസക്ക് ഉപകാരം ഉണ്ടായിട്ടില്ല. ഇപ്പൊ നിങ്ങളെ തട്ടി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 5 ലക്ഷം രൂപ കിട്ടുകയും ചെയ്യും, കുടുംബം രക്ഷപ്പെടുകയും ചെയ്യും. അവള് പറഞ്ഞത് തെറ്റ്. എടാ മോനെ, നിന്റെ അമ്മ പറഞ്ഞേട്ടാ, എനിക്ക് അടുത്ത മാസം പുതിയ ഫോൺ മേടിക്കണം.